ഇസ്രായേലും അമേരിക്കയും ഒറ്റയടിക്ക് തീർക്കാമെന്ന് കരുതി ഇറാനിനോട് ഏറ്റുമുട്ടാൻ നോക്കുമ്പോൾ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഇറാൻ വലിയൊരു പ്രഖ്യാപനം അറേബ്യൻ രാജ്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി. അതിൽ പ്രധാനമായി പറയുന്നത് ശത്രുക്കൾക്ക് മണ്ണും ആകാശവും വിട്ടു നൽകുന്നത് അയൽ രാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് കൺട്രികൾ ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങളുടെ അനുമതി ഇല്ലാതെ ഞങ്ങളുടെ ആകാശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ മണ്ണിലേക്കോ എത്താൻ യാതൊരുവിധ സാധ്യതയുമില്ല. അങ്ങനെ എങ്ങാനും നിങ്ങൾ ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താൻ വേണ്ടി ശ്രമിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ തിക്തമായിട്ടുള്ള ഫലം നിങ്ങളും കൊയ്തെടുക്കേണ്ടി വരും എന്ന് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രായേലിനെതിരെ നടത്തുന്ന എല്ലാവിധ സാധ്യതകളെയും തള്ളിക്കളയാൻ നിങ്ങളുകൂടെ കൂട്ടുനിൽക്കണമെന്നാണ് മന്ത്രി അബ്ബാസ് അരാജ്കി പറയുന്നത്. ഇറാനെതിരായി ഏതൊരു സൈനിക നീക്കത്തിനും തങ്ങളുടെ വ്യോമപാതയോ ഭൂപ്രദേശമോ വിട്ടു നൽകിയാൽ രാജ്യങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹീബ്രു മാധ്യമങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. കൃത്യമായി നമുക്ക് പറയാൻ പറ്റും സൗദി അറേബ്യയുടെ അവസ്ഥ എന്താണെന്നും ഒമാൻ്റെ അവസ്ഥ എന്താണെന്നും UAEയുടെ അവസ്ഥ എന്താണെന്നും പറഞ്ഞാൽ അതങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും. അതുകൊണ്ട് തൽക്കാലം ആ സൂചന മാത്രം മതിയാകും. പക്ഷേ അവരുടെ അവസ്ഥകൾ നമ്മളെക്കാൾ കൂടുതൽ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ടായിരിക്കാം ഇറാൻ കലുഷിതമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ പോലും അയൽ പ്രദേശങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ മണ്ണും വ്യോമപാതയും ഒരിക്കലും ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കരുത്. നിങ്ങൾ വിട്ടുകൊടുത്താൽ നിങ്ങളായിരിക്കും അനുഭവിക്കുക. വന്നവരെ ഒരുപക്ഷെ ഞങ്ങളിവിടെ തീർത്തേക്കാം. അവിടെ രാജ്യത്തേക്ക് പോകുന്നതിന് പകരം നിങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ താറുമാറാക്കേണ്ടി വരും. അത് നിർബന്ധിത സാഹചര്യത്തിലേക്ക് എത്തും. ഇറാനെതിരെ ഏതെങ്കിലും രാജ്യം സഹായം നൽകിയാൽ അവർക്കെതിരെയും ശക്തമായ തിരിച്ചടി നൽകാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് അരാജ്കി പറയുന്നുണ്ട്. ഇതൊരു മലയാള പോർട്ടലിൽ വന്നതാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കാം ഞങ്ങളുടെ ശത്രുക്കളെ. അത് ഒരുപക്ഷെ നിങ്ങളുടേതും കൂടിയാണ്. നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ ഭൂപ്രദേശങ്ങളിലേക്ക് വരാൻ മണ്ണും അതേപോലെ ആകാശപാതയും തുറന്നു കൊടുക്കരുത്. തുറന്നു കൊടുത്താൽ വലിയ അപകടം നിങ്ങൾക്കുമുണ്ടാവും. ഇറാൻ ഈ വർഷം ജൂണിൽ നടത്തിയ സൈനിക അഭ്യാസങ്ങളെയും മിസൈൽ പരീക്ഷണങ്ങളെയും തുടർന്ന് ഇസ്രായേൽ തിരിച്ചടിക്ക് തയ്യാറാകുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നേരത്തെ അവരുടെ പരീക്ഷണങ്ങൾ അഥവാ ഇസ്രായേലിൽ പോയി ഒരുപാട് മിസൈലുകൾ പൊട്ടിച്ചത് അതൊരു പരീക്ഷണമായിട്ടാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. അവരുടെ വ്യോമ അഭ്യാസങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തതാണ്. ഞങ്ങളുടെ ആവനാഴിയിലെ പ്രധാനപ്പെട്ട ആയുധങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ പ്രഹരശേഷി ഞങ്ങൾക്ക് പരിശോധിക്കാൻ സാധിച്ചു. വെരി വെരി സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു കമൻറ്റും അടിച്ചിട്ടുണ്ട്. അത് അമേരിക്കയുടെ നെഞ്ചത്തേക്കും ഇസ്രായേലിൻ്റെ നെതന്യാഹുവിൻ്റെ നെഞ്ചത്തേക്കുമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അഥവാ അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയതിൻ്റെ പിന്നാലെ അഥവാ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടുത്തെ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ മൊസാദിൻ്റെ കണ്ണ് വെട്ടിച്ച് അവിടുത്തെ താടിൻ്റെയും എയറോ സിസ്റ്റത്തിൻ്റെയും ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഞങ്ങൾ തകർത്തത് ഞങ്ങളുടെ ഒരു അഭ്യാസ പ്രകടനമായിരുന്നു. ആ പ്രകടനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരുക്കത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. കൂട്ടുനിന്നാൽ നിങ്ങളുടെ രാജ്യവും ഞങ്ങൾ അഭ്യാസങ്ങൾ കാണിക്കാൻ ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഇസ്രായേലിൻ്റെ ഒരു തയ്യാറെടുപ്പിന് മുന്നോടിയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അബ്ബാസ് അരാജ്കി. കൃത്യമായി ആ ഒരു വാക്ക് കേട്ടാൽ മിക്കപ്പോഴും അറബികൾ പിന്നാക്കം പോകാനാണ് സാധ്യത. കാരണം അവരുടെ സുഖലോലഭതയിൽ ഒട്ടും കുറഞ്ഞു പോകാൻ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ സുഖലോലഭത എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടാവില്ല എന്നുള്ളത് അവർക്കും അറിയായിരിക്കാം. പക്ഷേ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കലല്ലേ നല്ലത് എന്നതായിരിക്കാം. അറബികളെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. കാരണം അവരങ്ങനെയാണ് പഠിച്ചതും ശീലിച്ചതും. എന്നാൽ ഇറാനാകട്ടെ തീയിൽ കുരുത്ത് വന്നതായതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ പ്രൊട്ടസ്റ്റുകളും അടിച്ചമർത്താൻ പാകത്തിലുള്ളൊരു സായുധ സംഘം അവർക്കുണ്ട്. അഥവാ സായുധ സൈന്യ വിഭാഗം അവർക്കുണ്ട്. ഒരിക്കലും IRGCയെ അവർ ആ അർത്ഥത്തിലല്ലാതെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് രാജ്യഭരണവും പട്ടാള സംവിധാനങ്ങളൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാനെ പോലെ മറ്റൊരു തലത്തിൽ സൈന്യവും മറ്റൊരു തലത്തിൽ ഭരണ സംവിധാനങ്ങളും അല്ലാത്തതുകൊണ്ട് എങ്ങനെ പരിശ്രമിച്ചാലും പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ ഈ അമേരിക്കയും ഇസ്രായേലിൻ്റെ കൂടെ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അബ്ബാസ് അരാജ്കി ഈ വിഷയം പറയുന്നത്. ഞങ്ങൾ ആക്രമിച്ചാൽ അത് ആരാണോ ആ ആക്രമണത്തിന് കൂട്ടുനിന്നു കൊടുത്തത് അഥവാ വ്യോമപാത തുറന്നു കൊടുത്തത് നിങ്ങൾക്കായിരിക്കും ആദ്യ പ്രതിഫലനം ഉണ്ടാകുക. അതൊരു പ്രകമ്പനമായിരിക്കും. ഈ പ്രകമ്പനം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു തോന്നൽ ഇവരുടെ കയ്യിൽ ഓൾറെഡി ആണവായുധങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു എന്നൊരു തോന്നൽ. കാരണം പ്രകമ്പനങ്ങളുടെ ആ ഒരു സൂചനാ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പം നിങ്ങൾ നാമാവിശേഷമാകും. ഞങ്ങൾ എന്തായാലും പരാജയപ്പെടും എന്നത് അവർ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇറാൻ്റെ ചരിത്രത്തിൽ നമ്മുടെ പ്രമാണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവസാന ഘട്ടത്തിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവിടെ ഉണ്ടാകും. പക്ഷേ സംവിധാനങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ എല്ലാ അർത്ഥത്തിലും ഉപയോഗിച്ച് തീർത്തിട്ടുമുണ്ടാകും. അഥവാ അവരുടെ ആയുധങ്ങളുടെ എല്ലാ സകലമാന പ്രവർത്തനങ്ങളും മറ്റ് രാജ്യങ്ങളുടെ മേൽ എല്ലാ
ദുരന്തങ്ങളും അവർ പെയ്തിറക്കിയതിന് ശേഷമായിരിക്കും ആ രാജ്യം തോറ്റു കൊടുക്കേണ്ടി വന്നാൽ പോലും തോറ്റു കൊടുക്കുക. കാരണം അത്രയും വീര്യമുള്ള ജീനുകളാണ് അവിടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയും നോളജും ഉള്ള ആളുകളാണെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടു. പിന്നെ സങ്കടം എന്ന് പറയുന്നത് അവർക്കില്ല. ഒരിക്കൽ മരിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയെ അവർക്കുള്ളൂ. എന്നാൽ അക്രമകാരികളായിട്ടുള്ള ആളുകളെ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങോട്ട് പോയി അടിക്കില്ല, ഇങ്ങോട്ട് വന്ന് അടിച്ചാൽ ഞങ്ങൾക്ക് വിടുകയില്ല എന്ന രീതി അവരെ അങ്ങനെ ഒരു കാര്യം നല്ല രീതിക്ക് പാലിച്ചു പോകുന്നത് കൊണ്ട് തന്നെ എല്ലാ രാജ്യത്തിനും ഒരു മുന്നറിയിപ്പാണ്. ഇത് ഗൾഫ് രാജ്യങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഒരു രാജ്യവും അഥവാ സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ വിദേശകാര്യ മന്ത്രിമാരുമായി അദ്ദേഹം ടെലിഫോൺ സംഭാഷണം നടത്തുകയും മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടാണ്. ഖത്തർ, UAE, അതുപോലെ തന്നെ സൗദി അറേബ്യ, ഈ 3 രാജ്യങ്ങളാണ് ഗൾഫ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇറാനൊരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ അവസ്ഥ മാറാൻ സാധ്യതയുള്ളത്. അതിൽ ഖത്തർ പിന്നെയും ഒന്നുകൂടി പിടിച്ചു വെക്കും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇറാനോട് വളരെ അടുത്ത് കഴിയുന്ന ഒരു രാജ്യമാണ്. അവരുടെ മാനസികമായിട്ടും അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ മേഖലകളിലും ചർച്ചകൾക്കൊക്കെ ഈ ഖത്തർ നന്നായിട്ട് മുന്നിട്ട് വരികയും ഇറാനോട് അടുത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സൗദിയും UAEയും അത്ര കണ്ട് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരിപ്പോൾ യമനിൽ പോയിട്ട് വലിയ രൂപത്തിൽ ആക്രമണങ്ങൾക്ക് അയച്ചുവിടുന്നുണ്ട്, UAEയും സൗദിയും. അതൊക്കെ ഈ ഇറാന് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്നത് മറ്റൊരു വസ്തുത. അതിൻ്റെയൊക്കെ സഹിതം ഈ ഒരു ഗ്യാപ്പിൽ കൊടുത്തേക്കാം എന്നുള്ള തോന്നലുകൾ ഇല്ലാതില്ല. കാരണം അവിടെ പോയി യമനിൽ പങ്കെടുക്കുന്നതിന് പകരം ഇവിടെ ഒരു അനുസരണക്കേട് കാണിച്ചാൽ അവിടെ കൊടുക്കേണ്ടത് ഇവിടെ ഡയറക്റ്റ് കൊടുത്തിട്ട് അതിൻ്റെയും കൂടെയാണ് ഇത് എന്ന് പറയുന്ന രീതി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരിക്കണം. എന്താണെങ്കിലും സംഗതി വളരെ വലിയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ആളുകളും കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നിങ്ങൾ അടങ്ങിയിരിക്കുകയാണെങ്കിൽ അഥവാ അക്രമികളെ തുരത്തുന്നതിൽ നിങ്ങൾ നയം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരും. ഞങ്ങൾ മാത്രമല്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ ലക്ഷ്യം നിങ്ങളെയും കൂടിയാണ്. ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യം തകർന്നു പോയാൽ നിങ്ങളായിരിക്കും രണ്ടാമത്തത്. നിങ്ങൾ ഉന്നം വെച്ച് വരും, അത് തീർച്ചയായിട്ടും. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് അവർക്ക് യാതൊരു കുലുക്കവുമില്ല അറബികൾക്ക്. നിങ്ങളുടെ അഭിപ്രായം, പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? അറബികൾ ഇങ്ങനെ ആയിപ്പോകാൻ എന്താ കാരണം? ഒരുപാട് ആർട്ടിക്കിളിൽ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. എന്ത് വായിച്ചിട്ടും അവർക്ക് ഒരു ഉച്ചകോടി കൂടിയിട്ട് ചായം കുടിച്ച് പിരിയുന്നതല്ലാതെ മറ്റൊരു ഡിസിഷൻ മേക്ക് ചെയ്തത് എവിടെയും കണ്ടിട്ടില്ല. ഒരു ഇസ്രായേലിൻ്റെ എവിടെയെങ്കിലും നിന്നിട്ട് നന്നായിട്ടൊരു സ്റ്റാൻഡായിട്ടൊരു പ്രഖ്യാപനം നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതേപോലെ അമേരിക്കക്കെതിരെ മുട്ടം മറുപടി കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഒരു കാര്യവും നമുക്കിതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇറാൻ്റെ ഒരു 10-1 പോലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഇനി വരുന്നത് എന്ന് ചോദിച്ചാൽ ഗൾഫ് കൺട്രി ഇറാൻ വെറുതെ വിടില്ല എന്ന് ചുരുക്കം. അതുകൊണ്ടായിരിക്കാം ടെലിഫോണിൽ സംസാരിക്കുന്നത് ഖത്തറും UAEയും സൗദി അറേബ്യയിലെ ഉന്നത നേതാക്കളുമായി അഥവാ അവിടുത്തെ വിദേശകാര്യ മന്ത്രിമാരായിട്ട് സംസാരിക്കുന്നത് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയാണ്. അപ്പോൾ ചെറിയൊരു രീതിയല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.